ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി മലാപ്പറമ്പ് ജംഗ്ഷനിൽ നിർമ്മിച്ച ഓവർപാസ് ഇന്നലെ വൈകിട്ട് തുറന്നു. പുതിയ പാതയിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങി. സന്തോഷം പങ്കുവച്ച് ജീവനക്കാരും നാട്ടുകാരും ലഡു വിതരണം നടത്തി. ഓവർപാസ് തുറന്നെങ്കിലും ഇന്നലെ വൈകിട്ട് വീണ്ടും അടച്ചു. ഇന്നു മുതൽ വീണ്ടും പരീക്ഷണാടിസ്ഥാനത്തിൽ വാഹനം കയറ്റിവിടും. നാളെ പൂർണ്ണമായും തുറക്കാനാണ് തീരുമാനം. ദേശീയപാതയിൽ ജില്ലയിലെ ഏറ്റവും വലിയ ജംഗ്ഷനുകളിൽ ഒന്നാണ് മലാപ്പറമ്പ്. കോഴിക്കോട് ബാംഗ്ലൂരു ദേശീയപാതയും രാമനാട്ടുകര വെങ്ങളം ദേശീയപാതയും ചേരുന്ന ജംഗ്ഷനാണിത്. 104 ദിവസം കൊണ്ടാണ് ഇവിടെ ഓവർപാസ് പൂർത്തിയാക്കിയത്. ഇന്നലെ വൈകിട്ട് 4-ന് ട്രാഫിക് ACP AJ ജോൺസൺ, ACP KA സുരേഷ് ബാബു തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ദേശീയപാത നിർമ്മാണ കമ്പനി പ്രതിനിധികളും എത്തി. സ്ഥലത്ത് പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് 4:30-യോടെ തുറന്നു നൽകിയത്. മലാപ്പറമ്പ് ജംഗ്ഷനിലെ സർവീസ് റോഡുകളുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണം നാളെ തുടങ്ങും. ഇതോടെ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നിലവിൽ ഉപയോഗിച്ചിരുന്ന ഇടതുവശത്തെ സർവീസ് റോഡിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിർത്തും. ഈ വാഹനങ്ങൾ വലതുവശത്തെ സർവീസ് റോഡ് വഴി പാലത്തിലേക്ക് കയറും. ഈ സർവീസ് റോഡ് 2 വരിയായി മാറും. കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പാലത്തിൽ കയറി വയനാട് റോഡ് ഭാഗത്തേക്ക് സഞ്ചരിച്ച് മലാപ്പറമ്പ് ഫ്ലോറിക്കൻ റോഡ് ജംഗ്ഷന് സമീപം എത്തും. ഇവിടെ നിന്ന് U-ടേൺ എടുത്ത് തിരികെ പാലത്തിലേക്ക് കയറുകയും രാമനാട്ടുകര ഭാഗത്തേക്ക് പോവുകയും ചെയ്യും. രാമനാട്ടുകര ഭാഗത്തേക്ക് വലതുവശത്തുള്ള സർവീസ് റോഡ് പൂർണ്ണമായും അടയ്ക്കും. ഇവിടെയും പാലത്തിൽ കയറി ഇറങ്ങി ഇടതുവശത്തെ സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ പോവുക.